എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമുക്ക് നേരെ നമ്മളെ ഒരു ചേസ് എടുക്കാൻ പോകണേ. ഹൈറ ഫാത്തിമ അനിയത്തി ഹൈറ ഫാത്തിമ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്ത കഴിച്ചു. പറയാന്തല്ലോ നമ്മളെ ഖലീഫയുടെ പിങ്ക് ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമല്ല കൈസ്. അപ്പോൾ അതിന് കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട്, നമ്മൾ പിങ്ക് എടുക്കണം, നമുക്കൊരു ബസ് എടുക്കണം പിങ്ക് കളറിൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഞാനും തീരുമാനിച്ചു ഒരു ബസ് എടുക്കണമെന്ന്. അപ്പം അതിന് വണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയിലാണ്. കുറേ ദിവസമായി വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്ത്രയാണ് ഗൈസ്. അപ്പോൾ എടുത്ത് നോക്കണ്ട ഗൈസ്, അതല്ല അതിൻ്റെ ഒരു വൈബ്. ഇപ്പോൾ നേരെ നമ്മൾ എടുത്ത് നോക്കിയത് പിന്നീട് നമുക്കൊന്ന് വീട്ടിൽ പോയി വെക്കണം, കാരണം അവിടെയാണ്. അപ്പോൾ അവളും കുട്ടിയുണ്ട്. നേരെ നമ്മൾ വീട്ടിൽ നിന്ന് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളെ പുതിയ ഷെഡാണ് കേട്ടോ ഗൈസ്. ഇവിടെ ചെറിയ റൈഡൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചാൽ. ഇവിടെ കയറിയാൽ നീ 8:40 രാത്രിയൊക്കെ ആകുമ്പോൾ മിക്കവാറും എന്തായാലും ഇവിടുന്ന് വരും. നൈറ്റിലാണ് വരിക കൂടുതലും. അതാ വരുന്നത് കണ്ട ഗൈസ്. ചെറിയ റൈഡാണ്, അതിൽ കയറി വിടിയാൽ മതി. അപ്പോൾ നമ്മൾ വിചാരിച്ചോടത്ത് എത്തിച്ചെന്നോളും. അപ്പോൾ നമുക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കയറില്ല. നിങ്ങളെ ഇല്ലാത്ത സമയത്തൊക്കെ ഒന്ന് നല്ല പോയി എൻജോയ് ചെയ്ത് നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ സമയമില്ല വേഗം വിടുക, കാരണം സമയമില്ല വേഗം ചേസ് എടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ ചേസ് എടുക്കാൻ ആണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ എച്ചറിൻ്റെ ഇൻറ്റീരിയർ വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് നേരെ പോവാം. പുതിയ ഷർട്ട് വരുന്നതെന്ന് പറയുമ്പോൾ കൊമ്പൻ്റെ താരാവിൻ്റെ എടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയ ദൈവചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവചേട്ടനെ കൊണ്ടുപോകാം. നമ്മളെ 4ാമത്തെ ATP ആണ് കേട്ടോ ഗൈസ് ചേസ് എടുക്കാൻ പോണേ. അപ്പോൾ ATP വണ്ടിയാണ് ചേസ് എടുക്കുന്നത് ഗൈസ്. അപ്പം മിനിമം ഈ ഒരു ചേസിന് നമ്മൾ ലിവറി ഒന്നും എനിക്ക് മിനിമം പോലെ അൻഷൊന്നും പോലും നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഗൈസ്. എന്ന് വെച്ചാൽ ഡെക്കറേഷൻ പരിപാടി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഷെട്ട് കയറ്റി തന്ന ഒരു ആഗോരി പോലും ഇല്ല ഗൈസ് ഷെട്ടിൽ. പിന്നെ ദാവൂദ് നിങ്ങൾ അറിഞ്ഞാൽ അറിയില്ല ഗൈസ്, ദാവൂദ് വർക്കിന് കയറ്റിയിട്ടുണ്ട്. മോട്ടോ ഹൗസിനാണോ അറിയില്ല, വർക്കിന് കയറ്റിയെന്ന് കണ്ട സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പം ദാവൂദുമില്ല. അപ്പം നമ്മളെ ബോംബെ ആഗോരി ഇതൊന്നും ഇവിടെ ഇല്ല ഗൈസ്. ആഗോരി ട്രിപ്പായാണ്, ബോംബെ ട്രിപ്പായാണ്. ദാവൂദിന് വർക്കിനും കയറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ വർക്കൊക്കെ കംപ്ലീറ്റ് നോക്കിയായിരുന്നു ഗൈസ്. അപ്പോൾ ദീപിച്ചേട്ടൻ എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ നിൽക്കില്ല, വേഗം വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കൊന്ന് പോകണം, നമ്മളെ ഫാമിലീസിനെ കാണാം. ദീപിച്ചേട്ടൻ കയറി നമ്മൾ ഫാനോട് പറഞ്ഞില്ല ഗൈസ്. നമ്മൾ ഇതാകുമ്പോൾ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഒരു GTRൻ്റെ സ്റ്റിക്കർ വർക്കാണ് നമ്മളെ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കിടില വേണമെന്നാണ് എല്ലാവരും അഭിപ്രായം. MVD ഉണ്ട് ഗൈസ്, പണിയാവുമോ? ഇത് പോലീസ് വണ്ടിയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. അത് പോലീസ് വണ്ടി തന്നെയാണ്. ദായത്തിനൊന്നും കണ്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ലീഗൽ വർക്കൊന്നും നമ്മൾ വണ്ടി ചെയ്തിട്ടില്ല. ഇല്ലീഗലായിട്ട് തന്നെ മിനിമം ലെവലിലെ വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഇതിന് സ്റ്റിക്കർ വർക്കാൻ പറഞ്ഞാൽ ഞാൻ വണ്ടി വിൽക്കും, അല്ലാതെ സ്റ്റിക്കർ ഞാൻ ഈ വണ്ടി ഒന്നും വർക്കില്ല. അല്ല കർണാടക വിട്ടാണ്ട് ഫുൾ കളറിലാണ് ഓടുക, അത്രേ ഉള്ളൂ. അല്ല അതിന് അവിടെയല്ലേ കളറ്, കർണാടക കിട്ടിയില്ല, കേരളത്തിൽ തന്നെ നമ്മൾ ഓടുക, അത്രേ ഉള്ളൂ. നമ്മളോട് അവരുടെ കളി കേസ്. അങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ചെന്നിട്ട് വേണം വണ്ടി ഒന്ന് സെറ്റ് കളർ നമ്മളെ ഫാമിലീസിനെ കൂട്ടിയാണ്ട് നേരെ നമുക്കിപ്പോൾ ചേസ് എടുക്കണം. ചേസ് എടുത്ത് കാണാം. വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമുക്ക് നേരെ വീസ് എടുത്ത് എല്ലാം കയറ്റിയേക്കാം. പേര് വണ്ടി കുറച്ച് പണിയുണ്ട് കയറ്റാനൊക്കെ. എല്ലാം കയറിയിട്ടുണ്ട് ഗൈസ്, കയറിണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറിയൊരു റൂമാണിത്. ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉള്ളു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഇറക്കിയെടുത്താണ്ട് നേരെ അങ്ങോട്ട് ഇട്ടേക്കാം. നമ്മളെ ഫാമിലി മെമ്പേഴ്സൊക്കെ മുഴുവനായിട്ട് കയറിക്കോട്ടെ ഗൈസ്. ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ കയറിയിട്ടുണ്ട്. അപ്പം നേരെ നമ്മളെ വീട്ടിലാണ്. അപ്പം ഇനി നമുക്ക് നമ്മളെ ലൈലാൻഡിൻ്റെ ഷോറൂമിലെത്തിയിട്ട് കാണാം. ലൈലാൻഡിൻ്റെ ഷോറൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയിട്ടേക്ക് നമുക്ക് നേരെ നമ്മളെ ലൈലാൻഡിൻ്റെ ചേസിനെടുത്തിട്ട് വരാം.
നമ്മൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കി വെക്കണം, നല്ല ചളിൻ്റെ വണ്ടിയിൽ. അത് കുറേ നേരമായില്ല ഇവർ കാണണം കേട്ടോ ഗൈസ്. ഈച്ചൻ്റെ വണ്ടിയാണ് ലൈലാൻഡിൻ്റെ അല്ല ഇത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇറങ്ങാം. ഇവരെ ക്രിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചേസ് നമ്മൾ ചെക്കൻ കൂട്ടപ്പനായി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേസിന് നമ്മൾ പേരൊന്നും ഇട്ടിയില്ല ഗൈസ്, കാരണം ഇതൊരു ക്ലൂ ആണ് ഗൈസ്. ഇതൊരു ATP ചേസ് തന്നെയാണ്. അപ്പോൾ നമ്മളെ 4ാമത്തെ ATP ആണ്. ലോഡിങ്ങിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. അപ്പോൾ കളർ കോഡൊന്നും ഇപ്പോൾ ഇറങ്ങില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കളർ കോഡ് ഇറങ്ങും, അത് ഞാൻ ഒന്ന് നോക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ചേസ് ലോഡിങ്ങിലാണ്, ബുക്കിംഗ് ആണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ബുക്കിങ്ങിലായിരുന്നു നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ 2 ആഴ്ചക്ക് മുന്നേ ബുക്ക് ചെയ്ത ചേസാണ്, ഇന്നാണ് കിട്ടുന്നത് ഗൈസ്. 2 ആഴ്ച എന്നല്ല, ഒരുപാട് ദിവസങ്ങളായി ഞാൻ അത് ബുക്ക് ചെയ്തിട്ട്. ഇന്നാണ് ഇത് വണ്ടി കിട്ടിയ ഗൈസ്. അപ്പോൾ ഏതായാലും ചേസിൻ്റെ മുകളിൽ കയറി ഇത് കുടിക്കുക എന്നുള്ള ഫീല് വൈപ്പ് ഇത് വേറെ ലെവൽ തന്നെയാണ് കിട്ടുക ഗൈസ്. അപ്പോൾ അതായത് നമുക്ക് നേരെ ചേസ് എടുത്ത് നേരെ നമ്മളെ ആദ്യം വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഷെഡ് പോവാട്ടോ ഗൈസ്, അതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം നേരെ നമുക്ക് ആദ്യം വീട്ടിൽ പോവാം, എന്നിട്ട് ഷെഡ് പോവാം. KSRTC ഒക്കെ പോകുന്നുണ്ട്. അപ്പം ആരായൊക്കെ കണ്ടുണ്ടാവും ഗൈസ്, കാരണം എല്ലാം ചേസ് കയറ്റി പോവാണ്. ഒരു ഇഡിയറ്റിൻ്റെ മൂക്കൊറ്റി അടിച്ചു പൊട്ടിക്കും. അങ്ങനെ പുതിയ വണ്ടിയാണ് ഗൈസ്, അതിമക്ക് പോയതിൻ്റെ ചാമ്പത് എന്നാണ് എനിക്ക് പറയാം എല്ലാവരോട്. അപ്പോൾ നമുക്കൊരു വോൾവോ എടുക്കണം എന്നുണ്ട്. അപ്പം നമ്മളെ ഇപ്പം സ്ലീപ്പർ കോച്ച് നല്ല ലാഭമുണ്ട് ഗൈസ്. അതിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ ഒരു വോൾവോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്യാറൊന്ന് എടുക്കും, അത് ഞാൻ എടുക്കും. പിന്നെ നമ്മളെ പ്രൈവറ്റ് ബസ്സൊക്കെ ക്യാൻസൽ ചെയ്താണ്ട് വോൾവോസിൽ സ്ലീപ്പർ കോച്ച് നടത്താനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. KSRTC അവിടെ ബ്രേക്ക് അടിച്ചില്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് വന്നാൽ തീരേനി. അപ്പോൾ ഏതായാലും മോട്ട വണ്ടി അവിടെ കളിക്കുന്നുണ്ട്. മോട്ട വണ്ടിന്ന് ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ നാനോൻ്റെ വണ്ടിയാണ് വിചാരിച്ചു ഗൈസ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മളെ MGൻ്റെ പുതിയ വണ്ടിയാണ്. ഏതായാലും നാനോൻ്റെ പുതിയ വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ടാറ്റ നാനോ MG എടുത്ത് എന്ന് വേണേൽ പറയാം. പക്ഷെ നാനോ ഇപ്പോൾ അധികം ഇറക്കില്ല അല്ലേ ഗൈസ്. അതെല്ലാം എന്തായിക്കോട്ടെ, നമുക്ക് ഏതായാലും നമ്മളെ വീട്ടിൽ കയറ്റാം. നമ്മളെ വീടെത്തിയിട്ടുണ്ട്. അപ്പം ചേസ് ആദ്യമായിട്ട് ഒരു BS6 ചേസ് നമ്മളെ വീട്ടിലേക്ക് എത്തുകയാണ്. എൻ്റെ മോനെ ഈ ചേസ് കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ചേസ്. അപ്പോൾ നമ്മൾ ഈ ചേസ് പെട്ടെന്നൊന്ന് പ്രകാശ് കൊടുക്കണം. ഞാനിത് ATP ആണ് ഗൈസ്. ഇത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ നമ്മളെ വെച്ചേക്കൂല ഗൈസ്. വേറെ ആരാന്ന് ചോദിക്കുന്നവർക്കുണ്ടാവും, എൻ്റെ സിസ്റ്ററാണ്. അവർക്ക് നമ്മൾ ഖലീഫയുടെ പിങ്ക് ഇറങ്ങിയതിന് ശേഷം പിങ്ക് കാണാൻ നല്ല പൂതിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഷെഡ് പോയി പിങ്ക് കാണാം. പിങ്കിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ചെയ്താണ്ട് നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങാനും വേണ്ടി വാശി പിടിക്കുകയാണ്. പിങ്കി 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 പിന്നെ ചെവിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ചേസായിട്ട് എടുത്തോട്ടത്തില്ലേ, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് വിചാരിച്ചൊരു കുഴപ്പമില്ല, കാരണം നമ്മളാണ് ഇവിടെ നമ്മളെ സ്വന്തം വീടാണ് ഗൈസ്. വാടകയ്ക്ക് എടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ആരും ഇല്ലാത്തെന്ന് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുൾ പൈസക്ക് റെൻ്റ് ഹൗസായിരുന്നു ഗൈസ്. പക്ഷെ ഫുൾ പൈസക്ക് നമ്മൾ ഇതായിട്ട് മേടിച്ചാൽ അത്രേ ഉള്ളൂ. ചെറിയൊരു വീട് ഇത്, പിന്നെ പൈസക്ക് മേടിക്കാനില്ല വണ്ടി ഗൈസ്. ശരിക്കും അടുക്കളയാണ്, പാർക്കിംഗ് സ്പേസ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല ഗൈസ്. പിന്നെ നമുക്ക് ചെറിയ വണ്ടീൻ്റെ ഓഫീസൊക്കെ ആക്കാം. നമ്മളെ കടലാസൊക്കെ അതിലേക്കാണ് വെച്ച് സെറ്റ് ചെയ്ത്. പിന്നെ നമ്മളാടെ കുറേ വണ്ടി അതിലേക്ക് ഉണ്ട്. അത് നമ്മളെ ചാവിയൊക്കെ ഇട്ടെനിക്ക് കുറച്ച് പണിയുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഷെഡ് കൊണ്ടുവരാം, ഇവിടെ വെക്കണ്ട. കാരണം എല്ലാം നമ്മളെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഷെഡിലാണ് വെക്കൽ ഗൈസ്. ഇവിടെ വെച്ചിട്ട് സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഷെഡ് വരെ കുറച്ച് ലോങ് ആണ് ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു മാപ്പിൽ തന്നെയാണ് വരുന്നത്, പക്ഷെ കുറച്ച് ലോങ് ഉണ്ട്. ഏതായാലും ഷെഡിന് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും മടുപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഷെഡ് എത്തും. വേണമെങ്കിൽ നമുക്കിന്ന് തോണിയിൽ പോകുന്ന ട്രിപ്പ് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിച്ചേരാമെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് ജസ്റ്റ് പോവാം. മിക്കവാറും നമ്മളിവിടെ തന്നെ ഇട്ട് കറക്കി വിടുവാനാണ് പ്ലാൻ എനിക്ക് തോന്നുന്നത് ഗൈസ്. ഞാൻ മിക്കവാറും ഒരു ദിവസം എന്തായാലും നമ്മൾ അതിൽ പോകണം. എൻ്റെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ 2018 ഒരു വീഡിയോ എടുത്ത് വെച്ചിനി ഗൈസ്. കാരണം നമ്മളെ സോണിക്കില്ലേ ക്യാപ്റ്റൻ, ഇപ്പം പഴയ ക്യാപ്റ്റനായിരുന്നു, ഇപ്പം സോണിക്കാണ് ഗൈസ്. അപ്പോൾ സോണിക്കിന് ചെറിയൊരു സ്റ്റോറി ഉണ്ട്.
അത് ആദ്യം ഒരു BMR ആയിരുന്നു ഗൈസ്. അത് ഞാൻ അടുത്ത് Z1 ആക്കിയതാണ്. അത് Z1 ആക്കിയതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ഗൈസ്. അത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് എല്ലാവരും ഒരു Z1 എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ Z1 BMR എന്തായാലും കമൻറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോടാ നാനോ അല്ലല്ലേ ഗൈസ്, ഇത് ടാറ്റൻ്റെ മറ്റേ എന്താ വെള്ളിമൂങ്ങ ഗൈസ്, വെള്ളിമൂങ്ങ അവിടെ കൊണ്ടുപോയി മൂഞ്ചിപ്പിച്ചിട്ടെന്ന്. ഇത് ഇവിടെ ഫുൾ ആക്സിഡൻ്റ് ആണ് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ച വോൾവോ എൻ്റെ മേത്ത് ചാമ്പാതെ സ്വയം പോയി ചാമ്പി എടുക്കുന്നുണ്ട് ഗൈസ്. ഏതായാലും എൻ്റെ മേത്ത് ചാമ്പി ഉണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ബ്രേക്ക് പോകാൻ തോന്നുന്നുണ്ട് ഗൈസ്, ഭാഗ്യം. എൻ്റെ എത്ര വട്ടം പോകാൻ പോയിരുന്നു ഗൈസ്, എന്തോ വായിച്ച് രക്ഷപ്പെട്ടെന്ന്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ തിരുവണം ഗൈസ്. നമ്മളെ ചേസും കൊണ്ട് നമ്മൾ നേരെ വന്നത് ധാരാവിക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നത് വെച്ച് ഫോട്ടോ എടുക്കാം. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വിളിക്കുകയാണ്. ഇപ്പോൾ ദീചേട്ടൻ ഉണ്ടായിരുന്നു നമ്മളപ്പോൾ. അപ്പോൾ ദീചേട്ടൻ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദാവൂദിൻ്റെ വർക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെന്തായാലും ഇവിടെ വന്നൊരു വീഡിയോ എടുക്കുന്നതായിക്കോട്ടെ. ദാവൂദിനാണ് എപ്പോൾ എടുത്തായില്ല ഗൈസ്. അപ്പോൾ ഇനി എന്ത് പേടിക്കാനാണ്. എന്തായാലും ദാവൂദിൻ്റെ കാണുന്ന ഒരു വീഡിയോ എന്തായാലും വേണം കേട്ടോ ഗൈസ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ്, നമ്മളെ ഒരു കളർ കോഡ് വണ്ടി കൂടി ഇറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഗൈസ് സർപ്രൈസാണ്. അപ്പോൾ അത് ലോഡിങ്ങിലാണെന്ന് വേണം പറയാം. അതിൻ്റെ ചേസ് ബുക്കിംഗ് ഞാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് കിങ് അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറക്കും. അപ്പോൾ ഒരു മാരക ഐറ്റനായിരിക്കും എന്ന് വേണം പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ മാരക ഐറ്റത്തിന് ലോഡിങ്ങിലേക്കാണ് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തന്നെ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് തന്നെ കയ്യിലുണ്ടാവും കേട്ടോ ഗൈസ്. ഏതായാലും നമ്മൾ നേരെ നമ്മളെ ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട് ചേസും കൊണ്ട്. ചേസ് ഓടിക്കാൻ വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഗൈസ്. എനിക്ക് എന്താ അറിയില്ല, ചേസിനോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്, മോഹബത്ത് എന്ന് വേണം പറയാം. പിന്നെ ചേസ് ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കാന്ന് തോന്നുന്നത്. ചെറിയ ചളി അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ്. അതെന്താണ് അവർ ക്ലിയർ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല ഗൈസ്. ഏതായാലും നമ്മൾ ചേസ് എടുത്താണ് ഷെഡ് കയറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.